ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ് സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ ജോഗ്രഫി പാർട്ടിൽ നിന്നുള്ളതാണ്. ഹിസ്റ്ററി പാർട്ടിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം, വേണ്ടവർക്ക് നോക്കാം. ചാപ്റ്റർ വൈസ് മോക്ക് ടെസ്റ്റുകളായിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. ഓരോ ചാപ്റ്റേഴ്സിലെയും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നതിനനുസരിച്ച് ആ ചാപ്റ്റേഴ്സിലെ മോക്ക് ടെസ്റ്റൊക്കെ ചെയ്തു നോക്കാവുന്നതാണ്. ചാപ്റ്റർ 1 ഋതുഭേദങ്ങളും സമയവും. പാതിരാസൂര്യന്റെ നാട്ടിൽ എന്ന യാത്രാ വിവരണ ഗ്രന്ഥം രചിച്ചതാര്? എസ്.കെ. പൊറ്റക്കാട്. ഇന്ത്യയുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖ? ഉത്തരായന രേഖ. ചാപ്റ്റർ 2 കാറ്റിന്റെ ഉറവിടം തേടി. വാസ്കോഡ ഗാമ കാപ്പാട് കപ്പലിറങ്ങിയ വർഷം? 1498. മേഘസന്ദേശം രചിച്ചതാര്? കാളിദാസൻ. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദത്തിന് ഉദാഹരണം? ലൂ. മഞ്ഞുതീനി എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രാദേശികവാദം? ചിനൂക്ക്. ഡോക്ടർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആഫ്രിക്കൻ പ്രാദേശികവാദം? ഹർമാറ്റൻ. ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റ്? ഫൺ. ഋതുക്കളിൽ ആവർത്തിക്കുന്ന കാറ്റുകൾക്ക് ഉദാഹരണം? മൺസൂൺ. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റിന്റെ പേര്? ലൂ. ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശികവാദം? മാംഗോ ഷവേഴ്സ്. ചാപ്റ്റർ 3 മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ. ഇന്ത്യയിൽ എത്ര വർഷം കൂടുമ്പോഴാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുന്നത്? 10 വർഷം. ഇന്ത്യയിൽ അവസാനമായി ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തിയ വർഷം? 2011. ലോക ജനസംഖ്യാ ദിനം? ജൂലൈ 11. ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞ വർഷം? 1987. ഇന്ത്യയിൽ മാനവ വിഭവശേഷി വകുപ്പ് ആരംഭിച്ച വർഷം? 1985. 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ സമഗ്ര വികസനത്തിനായി ഇന്ത്യയിൽ നടപ്പിൽ വരുത്തിയ പദ്ധതി? ICDS ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ്. എയിംസിന്റെ പൂർണ്ണരൂപം? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ചാപ്റ്റർ 4 ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ. ധാരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? ഡെറാഡൂൺ. കാർട്ടോഗ്രാഫി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭൂപടശാസ്ത്രം. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖ? കോണ്ടൂർ രേഖ. ചാപ്റ്റർ 5 പൊതുചെലവും പൊതുവരവും. കമ്പനികളുടെ ലാഭത്തിന്മേൽ ചുമത്തുന്ന നികുതി? കോർപ്പറേറ്റ് നികുതി.
ഇന്ത്യയിൽ ആദായ നികുതി നിയമം നിലവിൽ വന്ന വർഷം 1961. GSTയുടെ പൂർണ്ണരൂപം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. GST നിലവിൽ വന്നത് എന്ന്? 2017 ജൂലൈ 1. അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങൾക്ക് മേൽ ചുമത്തുന്ന നികുതി IGST, ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. GST സമിതിയുടെ ചെയർമാൻ കേന്ദ്ര ധനകാര്യമന്ത്രി. കേന്ദ്ര സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന നികുതി കോർപ്പറേറ്റ് നികുതി. തദ്ദേശ സ്വയംഭരണ സർക്കാർ നികുതിക്ക് ഉദാഹരണം വിനോദ നികുതി. ചാപ്റ്റർ 6 ആകാശ കണ്ണുകളും അറിവിന്റെ വിശകലനവും. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം ഹൈദരാബാദ്. GPS-ന്റെ പൂർണ്ണരൂപം ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റം. GPS-ന് സമാനമായി ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച സാറ്റലൈറ്റ് സിസ്റ്റം IRNSS, ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ചാപ്റ്റർ 7 വൈവിധ്യങ്ങളുടെ ഇന്ത്യ. ദേവഭൂമിയിലൂടെ ആരുടെ പുസ്തകമാണ്? MK രാമചന്ദ്രൻ. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പീഠഭൂമി പാമീർ. ഹിമാലയ പർവ്വതത്തിന്റെ ഉയരം 8848 മീറ്റർ. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം നാഥുല. ശ്രീനഗറും കാർഗിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം സോജില. അറബിക്കടലിൽ പതിക്കുന്ന നദി സിന്ധു. സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനം മാനസ സരോവർ. തലം ഏതു നദിയുടെ പോഷക നദിയാണ്? സിന്ധു. ബ്രഹ്മപുത്രയുടെ പോഷക നദി ടീസ്റ്റ. ബ്രഹ്മപുത്രയുടെ പതനസ്ഥലം ബംഗാൾ ഉൾക്കടൽ. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ആനമുടി. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ. ശബരി, ഇന്ദ്രാവതി എന്നിവ ഏത് നദിയുടെ പോഷക നദിയാണ്? ഗോദാവരി. ടെൽ ഏത് നദിയുടെ പോഷക നദിയാണ്? മഹാനദി. ന്യൂഡൽഹി ഏത് നദീതീരത്താണ്? യമുന. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹം കാണപ്പെടുന്ന സമുദ്രം ബംഗാൾ ഉൾക്കടൽ. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ബാരൻ ദ്വീപ്.
ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കപ്പെടുന്ന ഇന്ദിര പോയിന്റ് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ ആലിപ്പഴ വീഴ്ചയോടുകൂടി കാണപ്പെടുന്ന പ്രാദേശികവാദം. കാൽ ബൈശാഖി. ബാരൻ ദ്വീപിന്റെ തലസ്ഥാനം. പോർട്ട് ബ്ലെയർ. ഹിമാലയൻ നദികൾക്ക് ഉദാഹരണം. ബ്രഹ്മപുത്ര. ഉപദ്വീപീയ നദികൾക്ക് ഉദാഹരണം. മഹാനദി. തുംഗഭദ്ര ഏത് നദിയുടെ പോഷക നദിയാണ്? കൃഷ്ണ. കാവേരിയുടെ പോഷക നദി ഏത്? കബനി. സിന്ധുവിന്റെ ഒരു പോഷക നദി. രവി. അറബിക്കടലിൽ പതിക്കുന്ന നദി ഏത്? നർമ്മദ. ഷിപ്കില ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ. ഹിമാചൽ പ്രദേശ്, ടിബറ്റ്. ലിബു ലേക്ക് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ. ഉത്തരാഖണ്ഡ്, ടിബറ്റ്. ഗിർന ഏത് നദിയുടെ പോഷക നദിയാണ്? താപ്തി. സിന്ധു നദിയുമായി ബന്ധമില്ലാത്തത്. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ചാപ്റ്റർ 8 ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം. ഖാരിഫ് വിളയ്ക്ക് ഉദാഹരണം. കരിമ്പ്. സൈദ് വിളയ്ക്ക് ഉദാഹരണം. പഴവർഗ്ഗങ്ങൾ. റാബി വിളയ്ക്ക് ഉദാഹരണം. ഗോതമ്പ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത്. പരുത്തി. ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി മിൽ സ്ഥാപിക്കപ്പെട്ടത് എവിടെ? കൊൽക്കത്ത. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകളുള്ള സംസ്ഥാനം. പശ്ചിമ ബംഗാൾ. ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ചൈന. റബ്ബറിന്റെ ജന്മദേശം. ബ്രസീൽ. ഇന്ത്യയിലേക്ക് ആദ്യമായി റബ്ബർ വിത്തുകൾ കൊണ്ടുവന്നത്. സർ ഹെൻറി വില്യം. ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. കേരളം. ടാറ്റ ഇരുമ്പുരുക്കുശാല എവിടെയാണ്? ജംഷഡ്പൂർ. ബൊക്കാറോ ഇരുമ്പുരുക്കുശാലയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം. റഷ്യ. റൂർക്കേല ഇരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഒഡീഷ. ഭിലായ് ഇരുമ്പുരുക്കുശാലയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം. റഷ്യ. ദുർഗാപൂർ ഇരുമ്പുരുക്കുശാല നിർമ്മിക്കാൻ സഹായിച്ച രാജ്യം. UK. ദുർഗാപൂർ ഇരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം.
പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത സ്ഥലം? ഡിഗ്ബോയ്. അസമിലാണ് ഡിഗ്ബോയ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം? ഹൈ. കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്? കർണാടകം. താരാപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്ര. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്തത്? കൽപ്പാക്കം, കർണാടകം. കൂടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? തമിഴ്നാട്. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ഏതെല്ലാം ചേർന്നതാണ്? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം? 1853. ഇന്ത്യയിലെ ആദ്യ റെയിൽ പാത? മുംബൈ, താനെ. നാഷണൽ വാട്ടർവേ 1 ഏത് നദിയിലാണ്? ഗംഗ. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത ഏത് പേരിൽ അറിയപ്പെടുന്നു? നാഷണൽ വാട്ടർവേ 3. ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി ഉൽപാദന കേന്ദ്രം? മുംബൈ. നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം? എക്കൽ മണ്ണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം? കറുത്ത മണ്ണ്. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം? ലാറ്ററൈറ്റ് മണ്ണ്. കർണാടകത്തിലെ ബെല്ലാരി ഏത് ലോഹധാതുവിന്റെ ഖനിയാണ്? ഇരുമ്പയിര്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്കുശാല? വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്കുശാല. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന തുറമുഖം? തൂത്തുക്കുടി. സുവർണ ചതുഷ്കോണത്തിന്റെ നീളം? 5846 കിലോമീറ്റർ. നാഷണൽ വാട്ടർവേ 2 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ? സദിയ, ധൂബ്രി. താഴെ പറയുന്നവയിൽ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണം അല്ലാത്തത്? കൽക്കരി. താഴെ പറയുന്നവയിൽ മാംഗനീസ് ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം? ഒഡീഷ. ജാർഖണ്ഡിലെ താറിയ പ്രദേശം എന്തിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൽക്കരി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം? താറിയ. ചാപ്റ്റർ 9 ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും. റിസർവ് ബാങ്ക് സ്ഥാപിക്കപ്പെട്ട വർഷം? 1935. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? മുംബൈ. 1 രൂപയുടെ നോട്ട് അച്ചടിക്കുന്നത്?
കേന്ദ്ര ധനകാര്യ വകുപ്പ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക്. ആദ്യമായി 14 ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം 1969. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് SBI. റീജിയണൽ റൂറൽ ബാങ്കുകൾ രൂപീകരിക്കപ്പെട്ട വർഷം 1975. കോർ ബാങ്കിങ്ങിന്റെ പൂർണ്ണരൂപം സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച് ബാങ്കിംഗ്. ATMന്റെ പൂർണ്ണരൂപം ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് നബാർഡ്. ചെറുകിട സംരംഭകർക്ക് വായ്പകൾ നൽകുന്നതിനായി പ്രവർത്തിക്കുന്ന ബാങ്ക് മുദ്ര ബാങ്ക്. 1818 ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിക്കപ്പെട്ടത് കൊൽക്കത്ത. ചാപ്റ്റർ 10 ഉപഭോക്താവ്, സംതൃപ്തിയും സംരക്ഷണവും. ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1986. ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ 24. കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്ന ചിഹ്നം അഗ്മാർക്ക്. അളവ് തൂക്ക നിലവാരം ഉറപ്പുവരുത്തുന്നതിനുള്ള സ്ഥാപനം ലീഗൽ മെട്രോളജി വകുപ്പ്.